ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമുക്ക് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു എളുപ്പ കേക്ക്. പെട്ടെന്ന് കേക്കുകൾ പലതും നമ്മൾ കാണിച്ചിട്ടുള്ളത് കൊണ്ട് പല സ്റ്റെപ്പുകൾ ഇന്ന് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതുകൊണ്ട് ഒരു എളുപ്പത്തിലൊരു കേക്ക് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ കേക്കിൻ്റെ പേര് കോക്കനട്ട് കേക്ക്. അപ്പോൾ സാധനങ്ങളുടെ എല്ലാം കൂട്ടത്തിൽ തേങ്ങ ചിരകി ചൂടാക്കി ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആക്കിയതും ഇടാം, വെറും ചിരണ്ടിയ തേങ്ങ അതുപടിയും ഇടാം. അപ്പോൾ നമ്മൾ ആദ്യമേ എല്ലാ കേക്കുകളിലും ഞാൻ ചെയ്തിട്ടുള്ളതുപോലെ, എനിക്ക് ഓയിലൊഴിക്കാൻ ഇഷ്ടമല്ല. ഓയിലൊഴിച്ച കേക്ക് കഴിക്കാൻ ഇവിടെയും ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ സ്റ്റെപ്പ് ഏത് കേക്കാണേലും പൊടിച്ച പഞ്ചസാര പൊടിച്ച് തന്നെ ഞാൻ ഉപയോഗിക്കൂ. പൊടിച്ച പഞ്ചസാരയും റൂം ടെമ്പറേച്ചറിലെത്തിയ ബട്ടറും കൂടി നല്ലപോലെ തേക്കുക. അപ്പോൾ ആദ്യത്തെ പരിപാടി നമുക്ക് തുടങ്ങാം. ഇതാണ് 250 ഗ്രാം പഞ്ചസാര. ചെറിയൊരു കേക്കാണ് ഇടുന്നത്. ഇത് 250 ഗ്രാം പഞ്ചസാര മിക്സി തന്നെ വെച്ചിരിക്കുക പൊടിച്ചിട്ട്. പൊടിച്ച അരിക്കുകയൊന്നും വേണ്ട, പൊടിച്ച പഞ്ചസാര ഇങ്ങോട്ടിടുക. അക്കൂട്ടത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു സംഗതിയുണ്ട്, കണ്ടോ? റൂം ടെമ്പറേച്ചറിലാക്കിയ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് തലേദിവസം രാത്രി പുറത്ത് വയ്ക്കും, ഫ്രീസറിൽ നിന്നെടുത്ത്. അപ്പോൾ നേരം വെളുക്കുമ്പോഴേക്കും അത് റൂം ടെമ്പറേച്ചറിൽ എത്തി ഒരല്പം അയവോടുകൂടി ഇരിക്കും. അതാണ്. അല്ലെങ്കിൽ നമ്മൾ അടിക്കാൻ വിഷമിക്കും രണ്ടും കൂടി ചേർത്ത്. അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ചെയ്യണം. തലേന്നേ എടുത്ത് ഫ്രിഡ്ജിന് വെളിയിൽ വെക്കണം. എന്നിട്ട് അതിലേക്ക് പഞ്ചസാര ഒറ്റയടിക്ക് ചേർക്കും. 250 ഗ്രാം വെണ്ണ, 250 ഗ്രാം പൊടിച്ച പഞ്ചസാര. നമുക്കിത് തേച്ചെടുക്കാം. ഒരു 4-5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് 1, 2, 3 സ്പീഡിലിട്ട് അവസാനം നല്ല സ്പീഡിൽ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാം നന്നായിട്ട് യോജിച്ചു. നല്ല ഭംഗിയായിട്ട് പൊങ്ങി വന്നു. അതിലേക്ക് ഇനി മുട്ട ചേർക്കണം. 5 മുട്ടയാണ് ഇത്രയും ബട്ടർ ഷുഗർ മിക്സ്ചറിന് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് മാത്രമേ, 5 മുട്ടയും കൂടെ ഒന്നിച്ച് അങ്ങോട്ട് ഇടണ്ട. ഓരോന്നോരോന്നായിട്ടോ 2 എണ്ണമായിട്ടോ, കൂടുതലുണ്ടെങ്കിൽ 2 എണ്ണവും ഇടാം. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ കുറവായതുകൊണ്ട് ഓരോന്നോരോന്നായിട്ടിട്ട് വീണ്ടും ഇതേ പണി മിക്സ് ചെയ്യാം. തേക്കാം. ഇത് മിക്സ് ചെയ്യുക. തേക്കാമെന്നും പറയാം. ഇതിന് പറയുന്നത് കേക്കിന് തേക്കുക എന്നാണ്. നോക്കൂ, ഇതാണ് 5ാമത്തെ മുട്ട. ഇതും കൂടെ ആകുമ്പോൾ 5 ആയി. അതുകൂടെ ഒന്ന് ഒഴിക്കുന്നു. മതി. ഇത് കണ്ടല്ലോ, ഒരു 7-8 മിനിറ്റ് കൊണ്ട് നമ്മളിത് കേക്ക് മിക്സി ഉപയോഗിച്ച്, കൈയല്ല, കേക്ക് മിക്സ് ഉപയോഗിച്ച് പൊടിച്ച പഞ്ചസാര 250 ഗ്രാം, ബട്ടർ, അയഞ്ഞ ബട്ടർ 250 ഗ്രാം ആദ്യം തേച്ച് കാണിച്ചു. പിന്നീട് ഓരോന്നോരോന്നായിട്ട് 5 മുട്ട ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഓവർ മിക്സിങ് ഒന്നും പാടില്ല. ഒറ്റയടിക്ക് ഇടരുത്. തന്നെയല്ല, ഇത് 250 ഗ്രാം മൈദയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് കൂടെ ചേർത്ത് 3-4 പ്രാവശ്യം അരിച്ചതാണ് ഇത്. അപ്പം ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ തുടങ്ങാം. അൺസോൾട്ടഡ് ബട്ടറാണ്. 1 നുള്ള് ഉപ്പിടണം. വേണമെങ്കിൽ ഒരു നുള്ളിട്ടു. കൈയൊക്കെ കഴുകി വൃത്തിയാക്കിയതാണ്. കയ്യിലെ മൈക്രോ ഓർഗാനിസമൊക്കെ ഇതിലേക്ക് ചേരുന്നത് നല്ലതാണ്. ഈ രീതി ജസ്റ്റ് അങ്ങോട്ട് മിക്സ് ചെയ്യേ പാടുള്ളൂ. ഒട്ടുമേ ബലം പ്രയോഗിക്കരുത്. അങ്ങനെ 2, 3, 4 പ്രാവശ്യമായിട്ടാണ് ഇത്രയും മാവ് ഞാൻ മിക്സ് ചെയ്യുന്നത് ഇതുമായിട്ട്.
ലാസ്റ്റ് അതും അതുപോലെ തന്നെ. ഞാനിപ്പോൾ ഈ തേങ്ങ അതുപടിയാണ് ഇടുന്നത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇട്ട് പതുക്കെ മണം വന്നാൽ എടുത്തോണം, അതാണ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്. ഇതിൻ്റെ പകുതി മതി. നമ്മളൊരു 70-80 ഗ്രാം പച്ച തേങ്ങ ആണ് ഞാൻ ഇട്ടത്. അപ്പോൾ അതും കൂടെ ചേർത്ത് ഇതുപോലെ വീണ്ടും ഇനി ഒരു സ്വല്പം പാല് ചേർക്കണം. ഒരു 1/2 കപ്പ് കാച്ചിയ പാല്. കണ്ടോ? ഇനി നമ്മൾ ഒരു 10 ml നാരങ്ങ നീര്, ചെറുനാരങ്ങയുടെ നീര്. എല്ലാമേ ആയി. ഇത് വാനില എസൻസ്, അതും ഞാൻ കയ്യിലോട്ടാണ് ഒഴിക്കുന്നത്. ഒരു ടീസ്പൂൺ ഉണ്ടോ, പാസ്മെൻ പേപ്പറൊക്കെ വെച്ച് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട് അത്. ഇനി ഇതിലോട്ട് ഒരു 2/3 ഒഴിക്കാം. ഇനി നമ്മൾ 2-3 അടിയൊക്കെ കൊടുക്കണം. കുടുങ്ങിക്കിടക്കുന്ന എയറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയാണ് ഞാനിതിനി ഓവനിലോട്ട് വയ്ക്കാൻ പോവുകയാണ്. ഒരു 180 ഡിഗ്രീസ് 20-25 ഓരോരുത്തരുടെ ഓവൻ്റെ ഏക്കം അനുസരിച്ച് 30 മിനിറ്റ്സ് വെച്ച് നോക്കാം നമുക്ക്. ഇപ്പോൾ 25 മിനിറ്റ് വെന്തു. കണ്ടിട്ട് സൈഡൊക്കെ വിട്ടിട്ടുണ്ട്, നടുവ് പൊന്തിയിട്ടുണ്ട്, ഒരു ലൈറ്റ് ബ്രൗൺ നല്ലപോലെ വന്നു. അതുകൊണ്ട് ഇനി അത് എടുക്കാം. ഇത് കമത്തണമെങ്കിൽ പോലും കുറച്ച് തണുക്കണം. ഇനിയുള്ള അടുത്ത ടെസ്റ്റ്, കേക്ക് ടെസ്റ്റർ കംസ് ഔട്ട് ക്ലീൻ. അതാണ് ഒട്ടും ഓവറായിട്ട് പുറമൊന്നും പോയിട്ടില്ല, കറക്റ്റ് പരുവാണ്. തണുത്ത് കഴിഞ്ഞ് കുറച്ച് തണുത്ത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ കമത്തിയിടാം. കറക്റ്റ് വേവാണ്, നല്ല മയമുണ്ട്, മുഴുവൻ തണുത്തില്ല. ഞാനിപ്പോൾ ഉണ്ടായ കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്ന പോലെയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അത്രയ്ക്ക് നമുക്ക് ഇതാ നോക്കൂ, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നു. അപ്പം നോക്കൂ, തീർച്ചയായിട്ടും എല്ലാവർക്കും തേങ്ങ ഇഷ്ടം പോലെയുള്ളവർ, ഇല്ലാത്തവർ മേടിച്ചാലും അതിൻ്റെ ചുമപ്പ് ഭാഗമൊന്നും പെടാതെ വൈറ്റ് മാത്രം ചിരണ്ടിയിട്ട് എടുത്ത് ഒരു 50, 60, 70, 80 ഗ്രാം വരെ ഇടാം ഈ പറഞ്ഞ അളവിന്. ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും. അപ്പോൾ നല്ല രുചി കാണും. കഴിച്ചു നോക്കിയിട്ടില്ല നിങ്ങളും വാ, നമുക്കെല്ലാവർക്കും കൂടെ കഴിക്കാം. ചെറുതായിട്ട് മുറിക്കാം. നമുക്കിനി ഇത് ഞങ്ങളൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇപ്പം നിങ്ങൾക്കിത് എത്ര സോഫ്റ്റ് ആണെന്നുള്ളത് മനസ്സിലാകും. നന്ദി, നമസ്കാരം.